അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ അഥവാ കൊല്ലപ്പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ആദ്യം ഒന്നാമത്തെ ഭാഗം നോക്കാം, വ്യക്തമാക്കാം. അപ്പം താഴെ 5ഓളം ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തമാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഉപമയാണ് ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ. ഈത്തപ്പഴം പോലെ. അപ്പോൾ ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി മാതള നാരങ്ങയെ പോലെയാണ്, ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെയാണ്. പിന്നെ രണ്ടാമത്തത്, വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം എത്രയാണ്? എണ്ണം? 25. അപ്പോൾ അവിടെ 25 എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠർ. ഇനി അടുത്തത്, നബിമാർ എന്ന് പറഞ്ഞാൽ ആര്? അപ്പോൾ അതാണ് എഴുതാനുള്ളത്. എന്താണ്? വഹിയ് എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് എന്താണ്? വഹിയ് എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയാം. ഇനി അഞ്ചാമത്തത്, തിന്മയുടെ പ്രതിഫലം ഭയാനകമായ നരകം. അപ്പൊ നന്മയുടെ പ്രതിഫലമോ അതെന്താണ്? സ്വർഗം അല്ലേ? അപ്പൊ തിന്മയുടെ പ്രതിഫലം ഭയാനകമായ നരകം എന്ന് എഴുതി കൊടുക്കുക. അതിന് രണ്ടാമത്തെ ഭാഗം നോക്കാം, യോജിച്ചവ ചേർക്കാം. അപ്പൊ യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് രണ്ടാമത്തത്. അതിൽ 8ഓളം ചോദ്യങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് അപ്പുറത്തുള്ള ആ ബോക്സിൽ നിന്നും എടുത്ത് ഓരോന്നിൻ്റെയും യോജിച്ചതിൻ്റെ നേരെ എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തത് നോക്കാം, നരകത്തെ കാക്കുന്ന മലക്കിൻ്റെ പേര്. നരകത്തെ കാക്കുന്ന മലക്കിൻ്റെ പേര്. അപ്പോൾ അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിലുള്ളത് എന്തെല്ലാം എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് മുൻഖർ നക്കീർ, രണ്ടാമത്തത് യൂനാനി, മൂന്നാമത്തത് ഇബ്രാനി, നാലാമത്തത് മാലിക് അലൈഹിസ്സലാം, അഞ്ചാമത്തത് ആറാമത്തത് നൂറ്, ഏഴാമത്തത് സത്യവിശ്വാസി, എട്ടാമത്തത് സുരിയാനി. അപ്പോൾ ഒന്നാമത്തത് നരകത്തെ കാക്കുന്ന മലക്കിൻ്റെ പേര് എന്താണ്? മാലിക് അലൈഹിസ്സലാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മാലിക് അലൈഹിസ്സലാം എന്ന് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, മയ്യത്തിനെ ഖബറിൽ എഴുന്നേൽപ്പിച്ചിരുത്തും. അതാരാണ്? മുൻഖർ നക്കീർ അലൈഹിസ്സലാം. അപ്പോൾ അവിടെ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ ആര് തന്നെയാണ്? മുൻഖർ നക്കീർ അലൈഹിസ്സലാമാണ്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, തൗറാത്തിൻ്റെ ഭാഷ. അപ്പോൾ തൗറാത്തിൻ്റെ ഭാഷ ഏതാണ്? ഇബ്രാനി എന്നുള്ളതാണ്. അപ്പോൾ ആ ബോക്സിൽ നിന്നും ഇബ്രാനി എന്നുള്ളത് എടുത്തെഴുതുക. ഇനി അടുത്തത്, സബൂറിൻ്റെ ഭാഷ അതേതാണ്? യൂനാനി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ യൂനാനി എന്ന് എടുത്ത് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തത്, ഇഞ്ചീലിൻ്റെ ഭാഷ അതേതാണ്? സുരിയാനി. അവിടെ സുരിയാനി എന്ന് എഴുതുക. ഇനി അടുത്തത് അഞ്ചാമത്തത് സുരിയാനി. ആറാമത്തത് വിശ്വസിച്ചവനാണ് എന്ത് പറയുക? വിശ്വസിച്ചവനാണ് സത്യവിശ്വാസി. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നും സത്യവിശ്വാസി എന്നുള്ളത് എടുത്തെഴുതുക. ഇനി ഏഴാമത്തത്, അള്ളാഹു ഇറക്കിയ ഏടുകൾ. അപ്പോൾ എത്ര ഏടുകളുണ്ട്? 100 ഏടുകളുണ്ട് അല്ലേ? അപ്പോൾ അള്ളാഹു ഇറക്കിയ ഏടുകൾ എത്രയാണ്? 100 എന്നവിടെ എഴുതുക. ഇനി എട്ടാമത്തത്, ഈമാൻ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന സംഭവമാണ് അല്ലേ? ഈമാൻ കാര്യങ്ങൾ 6ആണ്. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? 5ആണ്. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ എന്നുള്ളിടത്ത് ആ ബ്രാക്കറ്റിൽ നിന്നും 6 എന്നുള്ളത് ആ ബോക്സിൽ നിന്നും 6 എന്നുള്ളത് എടുത്തിട്ട് എവിടെ എഴുതി കൊടുക്കുക? ഈമാൻ കാര്യങ്ങൾ എന്നതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ഭാഗം, മൂന്നാമത്തെ ഭാഗമാണ് പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതൊന്നും പൂർണ്ണമല്ല, അതൊക്കെ എന്താക്കുക? പൂരിപ്പിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം, സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ആര്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. അപ്പോൾ അവിടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന് എഴുതുക.
ഇപ്പൊ സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം ഊതിയാലേ എന്തുണ്ടാവുള്ളൂ? ഖിയാമത്ത് നാള് സംഭവിക്കുള്ളൂ അല്ലെ? അപ്പൊ ഒന്നാമത്തതിന്റെ ആൻസർ എന്താണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത്, എല്ലാ സൽ സ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയാണ് ആര്? നബി തങ്ങൾ അല്ലെ? എല്ലാ സൽ സ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു നബി തങ്ങൾ. അപ്പൊ അവിടെ നബി തങ്ങൾ എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അപ്പോൾ എല്ലാ പോരായ്മകളിൽ നിന്നും അള്ളാഹു എന്താണ്? അപ്പോൾ അവിടെ എഴുതാനുള്ളത് എന്താണ്? പരിശുദ്ധനാണ് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തെ നോക്കാം. ഓരോ മനുഷ്യരുടെയും വലത് ഇടത് ഭാഗങ്ങളിൽ ഉള്ള മലക്കുകളാണ് ആരൊക്കെ? റഖീബ്, അതീദ്. അപ്പൊ അവിടെ റഖീബ് എന്നും അതീദ് എന്നും എഴുതി കൊടുക്കുക. ഇനി അടുത്ത ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. ഒന്നാമത്തേത്, പിശാച് ഓടി രക്ഷപ്പെടുന്ന വീട് ഏതാണ്? പിശാച് ഓടി രക്ഷപ്പെടുന്ന വീട് ഏതാണ്? അപ്പൊ അതിന്റെ ഉത്തരം അൽ ബഖറ ഓതുന്ന വീട്ടിൽ. അപ്പൊ അൽ ബഖറ ഓതുന്ന വീട്ടിൽ പിശാച് എന്താവൂല, അവിടെ നിന്നും പിശാച് ഓടി രക്ഷപ്പെടും. ഇനി രണ്ടാമത്തത്, മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഉലുൽ അസ്മുകൾ. ഉലുൽ അസ്മുകളാണ് മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ. ഇനി മൂന്നാമത്തത്, അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കി എന്തിന്? അപ്പൊ അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കിയത് എന്തിനാണ് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനകളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനകളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കിയത്. ഇനി അഞ്ചാമത്തെ ഭാഗം നോക്കാം. 2 വീതം എഴുതാം. അപ്പൊ താഴെ 4 കാര്യങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ അതിനോടൊക്കെ യോജിച്ച 2 മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഏടുകൾ ലഭിച്ച മുർസലുകൾ. ഏടുകളും ലഭിച്ച മുർസലുകളും. ഏടുകൾ ലഭിച്ച മുർസലുകൾ ആരൊക്കെയാണ് എന്നാണ്. അപ്പൊ ഏടുകൾ ആർക്കൊക്കെയാണ് അള്ളാഹു താല നൽകിയത്? 100 ഏടുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അത് നൽകിയ മുർസലുകൾ ആരൊക്കെയാണ്? ആദം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഷീത്ത് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം. അപ്പം ഇവരിൽ നിന്നും ഏതെങ്കിലും 2 ആളെ പേര് മാത്രം എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം, അംബിയ മുർസലുകളുടെ വാജിബായ സിഫത്തുകൾ. അപ്പൊ വാജിബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുസ്തഹീൽ പഠിച്ചിട്ടുണ്ട്, ഒക്കെ 4 പഠിച്ചിട്ടുള്ളൂ അല്ലെ? പിന്നെ ജായിസ് ആയത് 1. അപ്പോൾ മുസ്തഹീലായിട്ടുള്ള സിഫത്തുകൾ അല്ല ഇവിടെ ചോദിക്കുന്ന ഏതാണ്? വാജിബായ സിഫത്തുകളാണ്. അപ്പോൾ സിദഖ്, അമാനത്ത്, ഫത്വാനത്ത്, തബ്ലീഗ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 മാത്രം എടുത്തെഴുതുക. ഒന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സിദഖ് എന്ന് എഴുതാം, അമാനത്ത്. അപ്പൊ ഇത് 2 എഴുതാം. ഇനി മൂന്നാമത്തത്, അംബിയ മുർസലുകളുടെ മുസ്തഹീലായ സിഫത്തുകൾ. അംബിയ മുർസലുകളുടെ മുസ്തഹീലായ അഥവാ അവർക്കുണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ ഏതൊക്കെയാണ്? കദിബ്, ഖിയാനത്ത്, ബലാദത്ത്, കിത്മാൻ. അപ്പോൾ ഈ വാജിബായ സിഫത്തുകളുടെ നേർ വിപരീതമായിരിക്കും മുസ്തഹീലായിട്ടുള്ള സിഫത്തുകൾ ഉണ്ടാവുക. അപ്പൊ ഏതെങ്കിലും 2 മാത്രം എടുത്തെഴുതുക. ഇനി നാലാമത്തത്, ഈമാൻ കാര്യങ്ങൾ. അപ്പൊ ഈമാൻ കാര്യങ്ങൾ 6 നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 6 ഏതൊക്കെയാണ്? 1 അള്ളാഹുവിൽ വിശ്വസിക്കുക, രണ്ടാമത്തത് അള്ളാഹുവിന്റെ മുർസലുകളിൽ വിശ്വസിക്കുക, മൂന്നാമത്തത് അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക, നാലാമത്തത് അള്ളാഹുവിന്റെ മുർസലുകളിൽ വിശ്വസിക്കുക, അഞ്ചാമത്തത് അവസാന നാളിൽ വിശ്വസിക്കുക, ആറാമത്തത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇതാണ് എഴുതാനുള്ളത്. ദുആ വസിയത്തോടു കൂടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.